Hello dear students, in this video we study a theorem that related to the number of edge disjoint Hamiltonian circuits in a complete graph. This is the fourth theorem in our second module. The theorem states as, in a complete graph with n vertices, there are n minus 1 by 2 edge disjoint Hamiltonian circuit if n is an odd number greater than or equal to 3. Kn is the complete graph. ഒരു കംപ്ലീറ്റ് ഗ്രാഫും n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് ആൻ ഓഡ് നമ്പർ ആണെങ്കിൽ കംപ്ലീറ്റ് ഗ്രാഫിന് എത്ര എഡ്ജ് ഡിസ്ജോയിൻ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടായിരിക്കും? n മൈനസ് 1 by 2 എഡ്ജ് ഡിസ്ജോയിൻ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കംപ്ലീറ്റ് ഗ്രാഫ് എന്താണെന്ന് അറിയാം. എന്താണ് കംപ്ലീറ്റ് ഗ്രാഫ്? A graph in which there exists an edge between every pair of vertices. ഏത് രണ്ട് പെയർ ഓഫ് വെർട്ടിസസ് എടുത്താലും അതിനെ കണക്ട് ചെയ്തൊരു എഡ്ജ് ഉണ്ടെങ്കിൽ ദാറ്റ് ഗ്രാഫ് ഈസ് കോൾഡ് എ കംപ്ലീറ്റ് ഗ്രാഫ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഈ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് വാക്ക് ദാറ്റ് കണ്ടെയ്നിങ് ഓൾ ദ വെർട്ടിസസ് ഓഫ് എ ഗ്രാഫ്. ഓക്കെ, പ്രൂഫ് നോക്കാം. ദ നമ്പർ of edges in a complete graph with n vertices is n into n minus 1 by 2. നമ്മൾ തിയറത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ഈസ് n into n minus 1 by 2 and a Hamiltonian circuit in a കംപ്ലീറ്റ് ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് n എഡ്ജസ്. ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്ത് വേണം? നമ്മുടെ n വെർട്ടസിനെ കണക്ട് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് വാക്ക് ആയിരിക്കണം. n വെർട്ടസിനെ കണക്ട് ചെയ്യാൻ എത്ര എഡ്ജസ് വേണം? n എഡ്ജസ്. ഓക്കെ, അപ്പം ഈ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഇൻ ദ കംപ്ലീറ്റ് ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് n എഡ്ജസ്. സോ ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻ്റ് ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് എന്തായിരിക്കും? n മൈനസ് 1 by 2 ആയിരിക്കും. ഈ സൈക്കിളും സർക്യൂട്ടും എല്ലാം സെയിം തന്നെയാണ്. ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജ് ഡിസ്ജോയിൻ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് എന്ത് വരും? n മൈനസ് 1 by 2. ഓക്കെ, അസ്യൂം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് ഈസ് ആൻ ഓഡ് നമ്പർ. n എന്ന് പറയുന്ന ഓഡ് നമ്പറും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ക്കുമാണ് n മൈനസ് 1 by 2 എഡ്ജ് ഡിസ്ജോയിൻ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. Then we assume that n greater than 3 and is an odd number. Let the vertices be v1, v2, etc. bn. Then we construct a Hamiltonian circuit h1 from kn as follows. First we place the vertex v1 at the center of the circle and the remaining n minus 1 vertices are placed on the circle at equal distance along the circle such that the angle made at the center by two vertices is 360 by n minus 1 degree. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലേസ് ദ v1, v2, എക്സെട്ര vn ആണ് നമ്മുടെ വെർട്ടെക്സുകൾ. ഫസ്റ്റ് വെർട്ടെക്സ് v1നെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു? v1 ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ and the remaining vertices are placed along the circle such that the angle between two vertices is 360 by n minus 1 degree. The angle between two vertices എന്ത് വരും? 360 by n minus 1 degree. അപ്പം നമുക്കിപ്പം 5 വെർട്ടിസസ് ആണ് ഉള്ളതെങ്കിൽ നമ്മൾ v1നെ സെൻറ്ററിൽ പ്ലേസ് ചെയ്യുന്നു. ബാക്കി 4 വെർട്ടിസസിനെ നമ്മൾ എവിടെ? സർക്കിളിൽ പ്ലേസ് ചെയ്യുന്നു. ആ 4 വെർട്ടിസസിനെ സർക്കിളിൽ പ്ലേസ് ചെയ്യുമ്പോൾ 2 വെർട്ടിസസിന് ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ആംഗിൾ എന്തായിരിക്കണം? 360 by 4 ആയിരിക്കണം. ഓക്കെ, 360 by 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. 2 വെർട്ടിസസിന് ബിറ്റ്വീൻ ആയിട്ട് 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ നമ്മൾ അതിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ v1, v2, v3, v4, etc. vn are placed along the circle. നമ്മുടെ vertices v1, v2, etc. vn ആയിരുന്നു. So v2, v3, v4, etc. vn are placed along the circle such that the angle between two vertices is 360 by n minus 1. Okay. Then the vertices with the odd suffixes are placed along the upper half of the circle. Vertices with odd suffixes are placed along the upper half of the circle and the vertices with the even suffixes are placed along the lower half of the circle. അപ്പം v1, v2, v3, etc. vn ആണല്ലോ. അതിൽ ഓഡ് സഫിക്സസ് വരുന്നത് v3, v5, etc. വരുന്നത് അപ്പർ ഹാഫിലും v2, v4, v6, എക്സെട്ര വരുന്നത് ലോവർ ഹാഫിൽ. അപ്പം നമ്മൾ v1 ഫസ്റ്റ് പ്ലേസ് ചെയ്തു സെൻറ്ററിൽ, v2
അപ്പർ ഹാഫിൽ V3, ലോവർ ഹാഫിൽ V4, അപ്പറിൽ V5, ലോവറിൽ V6 എക്സെട്ര. അപ്പറിൽ Vn-4, ലോവറിൽ Vn-3, Vn-2, Vn-1 എക്സെട്ര Vn. അപ്പോൾ നമ്മുടെ റിമൈനിങ് n-1 വെർട്ടിസസിനെ നമ്മൾ സർക്കിളിൽ പ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ draw edges vi plus 1 where 1 less than or equal to I less than or equal to n. അതായത് draw V1, V2, V2 to V3 etc. Vn plus 1. Vn plus 1 വിത്ത് Vn plus 1 നമ്മൾ എന്തായിട്ട് എടുക്കണം? V1 ആക്കിയിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം നമ്മൾ വെർട്ടിസസ് എങ്ങനെ ഡ്രോ ചെയ്യും. എഡ്ജസ് V1 to V2, V1 to V2, V1 to V2, next V2 to V3, V3 to V4, V4 to V5, V5 to V6 etc. to Vn-4 to Vn-2, Vn-2 to Vn-1 etc. Vn. നെക്സ്റ്റ് എവിടെയാണ്? Vn plus 1ലേക്കാണ് പോകുന്നത്. ആ Vn plus 1 നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്തു? V1. ദെൻ Vn plus 2 V1. ഓക്കെ, നമ്മൾ V1ൽ സ്റ്റാർട്ട് ചെയ്ത് V1ൽ എൻഡ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് വാക്ക് കിട്ടി. ദാറ്റ് വാക്ക് കണ്ടെയ്നിങ് ഓൾ ദ വെർട്ടിസസ്. ഓക്കെ, ദെയർഫോർ ദിസ് ഈസ് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഓക്കെ, the circuit covers all the vertices of Kn, so H1 is a Hamiltonian circuit. ആ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? H1 വെർട്ടിസസ് ബാക്കിൽ വരുന്നത് V1, V2, V3 എക്സെട്ര Vn, V1. ഓക്കെ, then we rotate the vertices along the circle in a clockwise direction by 360 by n-1 degree. അപ്പോൾ നമ്മുടെ സർക്കിൾ ഇതായിരുന്നു. ഈ സർക്കിളിലെ വെർട്ടിസസിനെ എന്ത് ചെയ്യുന്നു? 360 by n-1 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം 45 ഡിഗ്രി ആണെങ്കിൽ 45 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യും? ഈ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ V2 ആരുടെ പ്ലേസ് വരും? V3യുടെ പ്ലേസിൽ, V3 V5ൻ്റെ പ്ലേസിൽ. അപ്പം ഇതെല്ലാം ഓരോ പൊസിഷൻ ഇങ്ങോട്ട് മാറും. അപ്പം ഒരു 360 by n-1 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വെർട്ടിസസിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ വെർട്ടിസസിനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. എന്താണ്? V4, V2, V3 എക്സെട്ര Vn-2, Vn എക്സെട്ര. ദെൻ നമ്മൾ നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത പോലെ നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നു? ഒരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു. ഫസ്റ്റ് V1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്രം V1 to V4, V4 to V2. അപ്പറിൽ ഒന്ന് എടുക്കുക, ലോവറിൽ ഒന്ന് എടുക്കുക. അപ്പർ, ലോവർ എക്സെട്ര, അപ്പർ, ലോവർ, Vn-2 നിന്ന് V1. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും ക്ലോസ്ഡ് വാക്ക്? V1 to V4, V4 to V2, V2 to etc. Vn-2, then to V1. This is also a closed vacuum containing all the vertices of the graph. This is also a closed vacuum containing all the vertices of the graph. Therefore, this is a Hamiltonian circuit. Again, rotate the vertices by 360 by n-1 degree. Then we get another Hamiltonian circuit. We can continue this rotation only for n-1 times because the position of vertices after the nth rotation is same as the position of vertices in the first one. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെർട്ടിസസിന് ഏത് പൊസിഷനിലായിരുന്നു വരുന്നത് ആ പൊസിഷനിൽ തന്നെ ആയിരിക്കും നമ്മുടെ nth റൊട്ടേഷനിൽ വരുമ്പോഴും. സോ നമ്മൾ എത്ര റൊട്ടേഷൻസിലുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എടുത്താൽ മതി? n-1 വരെയുള്ള റൊട്ടേഷനിലെ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുന്നത് ഈ n-1 റൊട്ടേഷനിലും കിട്ടിയ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടുകൾ എഡ്ജ് ഡിസ്റ്റോൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫോർ ദാറ്റ് നമ്മൾ n-1/2 പ്ലസ് 1 റൊട്ടേഷനിൽ കിട്ടിയ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നോക്കുന്നു. ഇതാണ് n-1/2 പ്ലസ് 1 റൊട്ടേഷനിൽ കിട്ടിയ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഇതാണ് n-1/2 പ്ലസ് 1 റൊട്ടേഷൻ കിട്ടിയപ്പോൾ കിട്ടിയ വെർട്ടിസസിൻ്റെ പൊസിഷൻ. ഇതിൽ നിന്ന് നമുക്ക് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്തെന്ന് പറയാം? V1, Vn, Vn-1 എക്സെട്ര V2, V1. ഇതേ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നമുക്ക് എവിടെയെങ്കിലും കിട്ടിയായിരുന്നോ? നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് എന്തായിരുന്നു? ഫസ്റ്റ് വെർട്ടിസസ് പ്ലേസ് ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടിയ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് V1, V2 എക്സെട്ര
VN V1 ഇതായിരുന്നു ഫസ്റ്റ് വണ്ണിൽ കിട്ടിയത്. അപ്പം n-1/2 പ്ലസ് 1 റൊട്ടേഷനിൽ കിട്ടിയ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ആരുമായിട്ട് ഐസോമോർഫിക് ആണ്? ഫസ്റ്റ് റൊട്ടേഷനുമായി ഫസ്റ്റ് പൊസിഷനിലുമായിട്ട്, അതായത് നമ്മുടെ H1 ഐസോമോർഫിക് ആണ്. അതായത് ദ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് Hn-1/2 പ്ലസ് 1 ഈസ് ഐസോമോർഫിക് ടു H1. ഇതിൻ്റെ റീസൺ എന്താണ്? നമ്മുടെ ഇവിടുത്തെ അപ്പർ ഹാഫിലും ലോവർ ഹാഫിലുള്ള വെർട്ടിസസ് നോക്കി. ഇവിടുത്തെ അപ്പർ ഹാഫിലുള്ളത് V4 V6 എക്സെട്ര Vn-1 ആണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ എവിടെ ഉള്ളത്? ലോവർ ഹാഫിലുള്ളത്. അതായത് ഈവൻ ഡിഗ്രി ലോവർ ഹാഫിലല്ലേ? ഇവിടെ വന്നപ്പോൾ ഈവൻ ഡിഗ്രി എവിടെ വന്നു? അപ്പർ ഹാഫിൽ വന്നു. ഓഡ് ഡിഗ്രി എവിടെ വന്നു? ലോവർ ഹാഫിൽ വന്നു. ഓക്കെ, അപ്പർ ഹാഫിലും ലോവർ ഹാഫിലെയും വെർട്ടിസസ് ഇൻ്റർചേഞ്ച് ചെയ്ത് വന്നതുകൊണ്ടാണ് ഫസ്റ്റ് വണ്ണിൻ്റെ റിവേഴ്സ് ഓർഡറിലുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് Hn-1/2 പ്ലസ് 1 കിട്ടിയത്. ഓക്കെ, അപ്പം ജനറലായിട്ട് നമുക്ക് എന്ത് പറയാം? ദ സർക്യൂട്ട് HI ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ദ ith റൊട്ടേഷൻ ഈസ് ഐസോമോർഫിക് ടു ദ സർക്യൂട്ട് Hn-1/2 പ്ലസ് I. Because all the vertices in the upper half of the circuit HI will be in the lower half of the circuit in Hn-1/2 plus 1 I, and all the vertices in the lower half of the circuit in HI will be in the upper half circuit in the Hn-1/2 plus I. ഓക്കെ, അപ്പം HIയിലും Hn-1/2 പ്ലസ് ith റൊട്ടേഷനിലും എന്താണ് കിട്ടുന്നത്? സെയിം ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിവിടെ പ്രൂഫ് എഴുതുമ്പോൾ ജനറൽ റിസൾട്ട് പറഞ്ഞിട്ട് വേണം എന്ത് പറയാൻ, എക്സാമ്പിൾ എടുത്തിട്ട് പറയാൻ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഇപ്പം n-1 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് നമ്മൾ ഫൈൻഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം അതിനകത്ത് ഇപ്പം എത്ര ആൾക്കാർ സെയിം ആവുമായിരിക്കും? n-1/2 ആൾക്കാർ സെയിം ആവുമായിരിക്കും. Then there are only n-1/2 distinct non-isomorphic edge disjoint Hamiltonian circuits in Kn. Hence, the number of edge disjoint Hamiltonian circuits in Kn is n-1/2. ഫസ്റ്റ് നമുക്ക് n-1 ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് കിട്ടി. അതിൽ n-1/2 ഉള്ള എന്ത്? എഡ്ജ് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ്. ഹെൻസ് വി പ്രൂവ് ദാറ്റ് ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് Kn with n vertices there are n-1/2 edge disjoint Hamiltonian circuits if n is an odd number greater than or equal to 3. Okay, thanks.